നമസ്കാരം, മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഉള്ളിത്തീയലാണ് വയ്ക്കാൻ പോകുന്നത്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 കഷ്ണം മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിത് ഉള്ളിത്തീയലായതുകൊണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. നമുക്കൊരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ ചിരുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുകയെ. നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 സ്പൂണും ഒരിച്ചിരിയും കൂടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 3/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. അവരവരുടെ എരി അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ പച്ചമുളകൊന്നും ഇടാത്തത് കൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇതിനെ ഇളക്കി എടുക്കാം. ആ തേങ്ങയുടെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളും ചൂടായി കിട്ടും. എന്നിട്ട് നമ്മൾക്കിതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് വയ്ക്കാം, തണുത്തിട്ട് അരയ്ക്കാം. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ല വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഉള്ളി ഏകദേശം നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരപ്പോഴത്തേക്ക് നമുക്കതിലോട്ട് തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കണം. ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ലപോലെ പിഴിഞ്ഞ് അതും കൂടെ ഒഴിക്കുന്നുണ്ട്. തക്കാളിയുടെ പുളി പോരാ ഇതിന്, അതുകൊണ്ട് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇത് വേവപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. അത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ല അരച്ച് റെഡിയാക്കി കൊണ്ടുവരപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൊണ്ട് എടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ വരണം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വറവിട്ട് കൊടുക്കാം. നല്ലപോലെ ഉപ്പ് കുറവുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. എന്നിട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വറവിട്ട് കൊടുക്കാം. ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാനൊരു പാന് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് 2-3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 സ്പൂണില്ല, ഒരു 3/4 സ്പൂൺ ഉലുവയും കൂടി, പൊടിച്ച ഉലുവയല്ല മുഴുവനോടുകൂടി, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ വറുത്തെടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തീയലിലോട്ട് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. തീയൽ റെഡി ആയിട്ടുണ്ട്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.